ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പോൾ എല്ലാ ദിവസവും അപ്പാപ്പയാണ് ഓരോ മീനിൻ്റെ തൂക്കം പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം തരുവാണ്. അപ്പോൾ നമ്മുടെ ഈ കരിമീൻ എന്നാ തൂക്കം ഉണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. ഈ കരിമീൻ്റെ തൂക്കം ഒന്ന് കുറിച്ചേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് തൂക്കി കാണിക്കുന്നതായിരിക്കും ഈ കരിമീൻ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തൂക്കം ഒന്ന് കുറിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഓടിച്ചേറ്റവും അവസാനം ചെന്ന് കരിമീൻ തൂക്കുന്ന കാണിച്ച് വെച്ച് അത് എഴുതരുത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതൊന്ന് എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് സാധാരണ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കരിമീനുണ്ട്. അപ്പോൾ ആ കരിമീൻ ഇതിനെ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടും ഇതെന്ത് വലിപ്പമുണ്ടെന്ന്. നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന കരിമീൻ വലിയ കരിമീൻ ഇതാ കണ്ടോ. അപ്പോൾ അതനുസരിച്ചൊന്ന് തൂക്കമൊന്ന് എഴുതിയേക്കണേ. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മൾ ഒരു 2 ദിവസം കൂടിയിരുന്നു ഇന്ന് പണിക്ക് പോകണം കേട്ടോ. 2 ദിവസം ചെറുക്കാണൻ വരുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ മാറ്റമൊക്കെ കാരണം അപ്പം ഞാനും നമ്മുടെ മൂപ്പനും ഉണ്ട്. മൂപ്പനാണ്ട് വെള്ളം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നിപ്പം കായലിലേക്ക് തന്നെയാണ് പോകുന്നത്. വട്ടവള്ളം മൈസൂരുകാരാണ് കേട്ടോ. അവർ ഉടക്കുപോലെ ഇതാണ്. ഹൗസ് ബോട്ടെ മീൻ കൊടുക്കാൻ പോവാന്ന് തോന്നുന്നു. കൈനഗിരി വട്ടക്കായലാണ് കേട്ടോ. കൈനഗിരി വട്ടക്കായൽ ഇത് നമ്മുടെ ഈ ഓരുവെള്ളം കയറാൻ നേരത്ത്, ഓരുവെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളം കയറാൻ നേരത്ത്, കിഴക്കൻ വെള്ളം വരാൻ നേരത്ത് ഈ കായൽ വെള്ളത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം വലിയ വലിയ മീനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കൊമ്പൻ, വളർത്തു മീൻ, ഇതൊക്കെ ഈ കായലിലോട്ട് കയറിയാൽ പിന്നെ അത് ഇറങ്ങിപ്പോകത്തില്ല. ഉടനെ ഒന്നും ഈ കായലിൽ നിന്ന് കയറുന്ന മീൻ ഇറങ്ങിപ്പോകത്തില്ല. അത് കാരണം നമ്മുടെ ചൂണ്ടക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാളയ്ക്ക, വളർത്തുമീനൊക്കെ ചൂണ്ടയിടാൻ പറ്റിയ കായലാണ് ഈ മീനപ്പള്ളി കായൽ, വട്ടക്കായൽ. അത് നമ്മുടെ ഈ കൈനഗിരി ടെർമിനൽ ഇരിക്കുന്ന കായലാണ്. നമ്മുടെ കുട്ടനാട് മേഖലയിലൊക്കെ ഓരോ വീടുകളിൽ ഓരോ ചടങ്ങ് നടക്കുമ്പം ആ വള്ളത്തിലാണ് നമ്മൾ ഈ പന്തലൊരുക്കുന്നത്. നമ്മൾ ഈ കുട്ടനാട്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ബണ്ടായിരിക്കും. ബണ്ട് മാത്രമേ കാണത്തുള്ളൂ. കാരണം ഇരിക്കാൻ ആൾക്കാർക്ക് ഇരുന്നൊന്നും ഊണ് കഴിക്കാനൊന്നും സ്ഥലമൊന്നും കാണത്തില്ല. അപ്പോൾ ഇതേ കണക്കത്തെ വലിയ വലിയ ബാർജലാണ് അവർ പന്തലൊരുക്കുന്നത്. അപ്പം ഈ ബാർജുകാർ തന്നെ ഒരു പന്തൽ ഒരുക്കിക്കൊണ്ട് വരിക. അതിന് നമ്മുടെ ഈ ആഡിറ്റോറിയത്തിലൊക്കെ മേടിക്കുന്ന കണക്ക് തന്നെ ഈ ബാർജുകാർ കസാരയും ടേബിളും പാത്രവും എല്ലാം ആയിട്ടാണ് അവർ വരുന്നത്. നമുക്ക് ഈ ചെറിയ തോട് വേണം കയറി ഇനി പോകാനായിട്ട്. നമ്മളെല്ലാം ആ കൈതക്കാട്ടിലൊക്കെ വാഹ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ വല വെച്ചിട്ടുള്ളൂ, ഇതിന് മുന്നേ അവിടെ വെച്ചിട്ടുള്ളൂ. നമ്മൾ അടുത്ത വട്ടക്കായലിലേക്ക് ഇറങ്ങിയിരിക്കുക. ആ ഇരിക്കുന്ന എല്ലാം ദ്വീപാണ് കേട്ടോ. ഓരോ ദ്വീപാണ്, ഓരോ വീടും. തോട് മുഴുവനും പോളം നിറഞ്ഞ് കിടക്കും. അത് കണ്ട ഇപ്പം അതെല്ലാം മുറിച്ച് കടന്ന് അങ്ങ് എല്ലാവർക്കും ഒരു സമയമെടുക്കും. ചെറിയ ഓറഞ്ച് ഇരിക്കുന്നുണ്ട. നമ്മുടെ സഹോദരങ്ങളാണ് കേട്ടോ. അവരും കോരുകാരാണ്. അവർ നമ്മളെ കണക്ക് കടകൽ വെട്ടിയൊന്നും കളയത്തൊന്നുമില്ല. ചവറിൻ്റെ അടിയിൽ കൂടെ മുങ്ങി കയറി
അവർ അടിവല സൈഡിൽ കൊണ്ടുവന്ന് പൊക്കി വെച്ചും വലിച്ച് ഊരിയെടുക്കുക. അവർ ഈ കടകൾ കോരാനായിട്ടുള്ള അയാളത്തെ അവർ കോരിയ അറിയത്തില്ല, അവർ കോരിയെന്നും. നമ്മൾ വ്യത്യാസം വേണമെങ്കിൽ വന്ന് നമ്മൾ വല വെക്കുകയും ചെയ്യും. ഇവിടുന്ന് വല ഇറക്കി അടിവല സൈഡിലേക്ക് ചേർത്ത് വെച്ച് അവർ വല പൊക്കുക. അതാ അവരുടെ പരിപാടി. നമ്മളിപ്പോൾ കാവാലൻ റൂട്ട് വന്നു കേട്ടോ. ഇത് മംഗലം കായല, ഇത് മംഗലം കായൽ, ഇത് 6000, അത് 6000. ആ നേരെ കാണുന്നതാ രാജപുരം. നമ്മളിപ്പോൾ ഈ ജെട്ട് കാണുന്നതിൻ്റെ കിഴക്കേപ്പുറം ഒരു ചവറ് കിടപ്പുണ്ട്. ഞങ്ങൾ ആ ചവറ് നോക്കാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ പോളയൊക്കെ അടിയുന്നതുകൊണ്ട് എങ്ങനെയാണെന്നറിയാൻ മേല. ഇതിപ്പം പറഞ്ഞ പോളയാണോ? ഇത് ആണോ? ഇല്ല, അത് ആണ്. ഇല്ല, അപ്പുറം താന്ന് കിടക്കുന്നുണ്ട്. ഇതില്ല, വള്ളി തെരഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊരു കോരിയാണല്ലേ. ആ കുപ്പി കിടക്കുന്ന പോഷാണ് കണ്ട. കണ്ട പുല്ല് മറിഞ്ഞ് കിടക്കുന്നുണ്ട. നമ്മളിപ്പം കണ്ട ടീം ഇവിടെ കോരിയതാണ്. കണ്ട, ഇത് കാല് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. അതേ കണക്ക് കിടക്കുന്നുണ്ട്. ഈ ചവറ അവർ കോരിയതാണ്. നമ്മൾ ഇത് നോക്കാമെന്നും പറഞ്ഞാണ് വന്നത് ഇങ്ങോട്ട്. അവരുടെ പണിയാണെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല. ഇതിപ്പം നമ്മൾ ഇന്നായത് കൊണ്ടാണ് നമ്മളത് അവർ ഇന്ന് കോരിയതാണെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മൾ നാളെയാണ് വരുന്നതെങ്കിൽ അവർ കോരി എന്നത് മീൻ പിടിച്ചാണെന്നുള്ള കാര്യം നമ്മൾ അറിയത്തുമില്ല. നമ്മൾ കിടന്ന് പണിയുകയും ചെയ്യും. അതിൻ്റെ അകത്ത് നിന്ന് മീനൊക്കെ അവർ കോരി പിടിക്കും, ബാക്കിയുള്ളതൊക്കെ അത് പോവുകയും ചെയ്യും. പിന്നെ ആ ചവറിന് ഉടനെ മീൻ വരത്തില്ല. അത് കാരണം ഇന്ന് നമ്മൾ 24,000-ലേക്ക് പോവുക. ഇത് എണ്ണം കക്കാവായിരുന്നു കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച മടലായിരിക്കുന്നത്. കണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വല വെച്ചത്. ഈ പോർഷനായിട്ടാണ് നമ്മൾ വല വെച്ചത്. അല്ല, നമുക്ക് മീൻ വളരെ കുറവായിരുന്നു. അത് കാരണം നമ്മളിന്ന് അതിൻ്റെ 24,000 കിഴക്ക് സൈഡിലൊന്ന് നോക്കാനായിട്ട് പോകുക. നമ്മൾ 24,000 കിഴക്കേ സൈഡിൽ വന്നായിരുന്നു. നമ്മളില്ല, അപ്പോൾ ആ ചവറൊക്കെ വന്ന് ഞങ്ങൾ നോക്കിയില്ല. ആ സൈഡിൽ ഇരിക്കുന്നു. എന്നിട്ട് ഒരു പൊടിമീൻ പോലും ഒരെണ്ണം പോലും മറിയുന്നില്ല. അത് കാരണം ഞങ്ങൾ തിരിച്ച് ഇതുവഴി നമ്മൾ മാർത്താണ്ഡയിലേക്ക് തിരിച്ചു പോവുക. മാർത്താണ്ഡയുടെ അവിടെ ഒരു ശകലം പാങ്ങ് കിടപ്പുണ്ട്. നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക. നമ്മൾ കറങ്ങി മാർത്താണ്ഡ വന്നു. അപ്പം ഇവിടെ ഒരു ചവറ് കിടപ്പുണ്ടായിരുന്നു. ആ ചവറ് ആരോ പണിത്. ഈ കഴിഞ്ഞ ദിവസം ആരോ പണിത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സി ബ്ലോക്കിൻ്റെ എപ്പോഴാണ് കാണുന്നത്? സി ബ്ലോക്കാണ്. ഈ സി ബ്ലോക്കിൻ്റെ കിഴക്കേപ്പുറം, അതായത് കൊച്ചാറിൻ്റെ അങ്ങേ അറ്റമായിട്ടൊരു ശകലം, ഒരുപാട് പുറത്തോട്ടില്ല, എന്നാൽ നമുക്ക് ഒരു നല്ലൊരു നീളായമുണ്ട്. നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് പോകും. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേമ്പനാട്ട് കായൽ വന്നിട്ട് നമുക്ക് ഓടി ഇങ്ങോട്ട് വരേണ്ട വരവ് നമ്മൾ നേരെ മൂക്കെ പിടിക്കേണ്ടത് നമ്മളൊന്ന് കറങ്ങി മൂക്കെ പിടിച്ച് നമ്മൾ ചേനങ്കേരി വഴി കാവാലം വഴി കയറി 24,000 തരിശ് വന്നു. 24,000 തരിശെന്ന് പറഞ്ഞാൽ അങ്ങ് പുക പോലെ കാണുന്ന അവിടെയാണ്. ആ തരിശ് കയറിയാണ് നമ്മൾ ഓടി ഇങ്ങോട്ട് വന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 2 ലിറ്റർ പെട്രോൾ കൂടുതൽ കത്തിച്ചാൽ കറങ്ങി ഇവിടെ വന്നു. അത് നമ്മൾ കറങ്ങി വന്നതല്ല, നമ്മൾ അവിടെ വല വെക്കാനായിട്ട് ഉദ്ദേശിച്ച് വന്നത്. പക്ഷെ അവിടെ വെക്കാൻ വല വെച്ച്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വെക്കാൻ മാറുമില്ലാതെ നമ്മൾ കറങ്ങി ഇങ്ങ് പോകുന്നത്. ഈ പോളയാണ് നോക്കാം. എന്നാൽ പുറത്ത് മുള്ളൻകണ്ണി എന്തോ പറഞ്ഞ ഇപ്പം 2 എണ്ണം അടുപ്പിച്ച്. ഇല്ല ഊളം കണ്ട കണ്ട 2 എണ്ണം അടുപ്പിച്ച് പറഞ്ഞു. ഈ തിരിവ് കാരണം ചിലപ്പം വാള വരുമല്ലേ. ഇത് നല്ല ഒഴുക്കാണ്. നോക്കിയ വെള്ളം കുറ്റിയെ തട്ടി ഒഴുകുന്നതാണ്.
ചിലപ്പം നമ്മുടെ ഈ കുറ്റിക്ക് ചെങ്കടിയും കരിമീനും നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ റൗണ്ട് ആയതുകൊണ്ട് ഇവിടെ നിരന്ന് കുറ്റിയാണ്. നമ്മളിപ്പം വലയൊക്കെ വെച്ച് കറക്കി കേട്ടെ. കറക്കി ഈ കുറ്റി ഇത് കുറ്റി ഈ മുളക് കുറ്റി കൂടാതെ തെങ്ങ് നിൽപ്പുണ്ട് ഈ സൈഡിൽ തന്നെ. തെങ്ങ് നിൽപ്പുണ്ട് അങ്ങേയറ്റം വരെ. അപ്പം കരിമീനെ വാളയൊക്കെ കൊണ്ടുപോയി തങ്ങി നിൽക്കണ്ട, നല്ല കറക്കലുക. അപ്പം അങ്ങനെ പരിപാടി നമ്മളിപ്പം തുടങ്ങി കേട്ടെ. വെയിൽ ഭയങ്കര അന്യായ വെയിൽ, സഹിക്കാൻ മേല. നമ്മളെല്ലാം അങ്ങൊന്ന് പണിതിപ്പം ഇങ്ങ് വരെ വന്നേ. ഇതാണ്ട് ഇത്രയും വല ചുരുക്കി ഇവിടെ. നമുക്കിന്നെല്ലാം അത്ര അങ്ങനെ പണിയാനുണ്ട്. നമ്മൾ അത്ര നേരം തപ്പിയായിട്ട് നമ്മൾ കണ്ടോ കൊഞ്ചു കുഞ്ഞ്. ഇതേ കണ്ട് കൊഞ്ചു കുഞ്ഞ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കൊഞ്ചു കുഞ്ഞാണ് പൊക്കോടോ, ഇതോ പൊക്കോടോ. നമ്മുടെ വള്ളത്തിൻ്റെ പറ്റേ കിടക്കും. ആള് പോണുണ്ടാവും. ഒന്നൂറ്റം കൊഞ്ചും കുഞ്ഞും ഇഷ്ടം പോലെ ചെമ്മീനും ഉണ്ടായിരുന്നു. നമ്മൾ പറ്റുപോലെ കയറി നമ്മളെ പരിപാടി ക്ലിയറായിരുന്നു. ഇപ്പം ഇതിലുണ്ട് ഇതേതാ കരിമീൻ പള്ളത്തി, അല്ലാതെ ഞാൻ വേറെ ഒന്നും കണ്ടില്ല കേട്ടോ. പൊക്കോ എന്ത് വെയിലടിച്ചതൊരു പരുവോ ഇത്. പൊക്കെ പാലയെല്ലാം പൊങ്ങി. നമ്മളിൽ അങ്ങ് ആ മുള പൊങ്ങി നിൽക്കുന്നവിടെ നിന്നാണ് നമ്മൾ പണിത് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഈ പുറത്തെല്ലാം കുറ്റിയല്ലേ, ആ കുറ്റി തെങ്ങുകുറ്റി എന്ന് പറയുന്നത് ഈൻ്റെ ഒരു തെങ്ങുകുറ്റി കിടപ്പുണ്ട്. അത് കാരണം നമുക്ക് വലയൊന്നും ഈ അടുപ്പിച്ച് ഈ കല്ലുകെട്ടിൻ്റെ പറ്റയിലേക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇത്രയും പുറത്ത് വെച്ച് തന്നെ വല ബുക്ക് ചെയ്ത്. അപ്പോൾ തന്നെ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ഇതുവഴി ഒഴിഞ്ഞു പോകും. കാരണം ഇത്രയും ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബുക്ക് ചെയ്ത്. അടിവല ഇങ്ങായിരുന്നു, നമുക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. കാരണം തെങ്ങ് ഇങ്ങനെ അടുപ്പിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 10-12 തെങ്ങുണ്ട് ഈ വലയുടെ നീളത്തിന് തന്നെ. ഈ ലെവൽ മൊത്തം തെങ്ങ് നിൽക്കുക. നമ്മുടെ ഫസ്റ്റ് പോർഷൻ പൂളയൊക്കെ തള്ളി കേട്ടോ. ഇത് മുറിച്ചിട്ട് നോക്കാം. വേറെ മരുന്നൊന്നും കണ്ടില്ല, അതാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. മുറിക്കുക കേട്ടാ. തൂളി മാന്തൽ, ഒരു മാന്തൽ വന്നപ്പോൾ ഇതും കണ്ടോ. ആ മന്ദൻ ചെമ്മീൻ മാന്തലൊക്കെ വന്നു. കരിമീൻ പള്ളത്തിയാണ്. കരത്തിലുണ്ട് പൂള. പൂള അപ്പോൾ തൊട്ട് കോഴി വന്നിങ്ങനെ
എന്നാ ഈ കട്ടി വാരി വെച്ചിറങ്ങിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ അത് തള്ളു പോസ്റ്റ വളരെ ചവറെല്ലാം വാരി കേട്ടോ. എന്നാൽ ഈ വള്ളത്തിലെ വെള്ളം ഒന്ന് കോരി വെച്ച് മറിക്കാം. ചവറെല്ലാം കളഞ്ഞിട്ട് ഇത് ഇവിടെ കണ്ടേ ഇത് ഇല്ല. ഇത് ഒരു കൊഞ്ച് കയറി ഉടക്കി കിടക്കുന്നുണ്ട്. ഈ കണ്ണിക്കൂടെ ഊരിപ്പോണ ടൈപ്പ്. ഓയ് വെള്ളമുണ്ടോ? വെള്ളം മാന്തൽ വന്നു. മാന്തൽ മാന്തൽ മതി. ഇത് നമ്മുടെ ഇവിടെ സാധാരണ ഇവിടെ ഉടക്കോലക്കാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇത് മൺകട്ടക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നു. ഇത് നമുക്ക് പിടിക്കാൻ പറ്റില്ല, കയ്യിൽ നിന്ന് തന്നെ മാറുന്നത് ഇല്ല. മാന്തൽ എടുത്തേക്കാം. അവിടെ ഇരുന്ന് അടുത്ത് നമ്മൾ പോയേക്കും വരുന്നവരവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കാണാം. കൂടെയാ ഇവിടെ കുറഞ്ഞാണോ കുറേശ്ശെ ആ വള്ളിയെല്ലാം പോട്ടെ. ഇല്ലെങ്കിൽ ആച്ചിയമ്പള്ളിക്കുന്ന് ഇവിടെ തെങ്ങുണ്ട്. ആ തെങ്ങിൽ ഉടക്കാം. ഈ വലുത് അടുപ്പിച്ച് തെങ്ങ് അടുത്ത് ഉടക്കാം. പിന്നെ കിട്ടാ ഇല്ലത് ഇത് പൊരിക്ക പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്. വിടുന്നില്ലല്ലേ? ഒരു കണ്ണ് പിടിക്കുമ്പോൾ 9 കണ്ണ്. മറ്റേ നെറ്റ ഇവിടെയൊക്കെ ഉണ്ടോ താഴത്ത്? ഇല്ല. അപ്പുറത്തോടൊക്കെ ഊളാൻ ചെയ്തിട്ട് 2 ഇതുപോലെ മറിഞ്ഞു. അണ്ണാ ഇല്ല ആ കൈക്ക് അടുത്ത പൂള നല്ലൊരു കരിമീനുണ്ട് അല്ലേ? ഇതും കൂടെ വലിച്ച് എടുക്കാം. അങ്ങനെ നിവരാതെ അങ്ങനെ കുടഞ്ഞെടുക്കും.
കൂട്ടല് ഞാനൊന്ന് പിടിച്ചോട്ടെ എന്നിട്ട് പറയാം. കരിമീനായിരുന്നു അണ്ണാ അത്. ഒരു നല്ല കരിമീൻ്റെ മുഖമായിട്ടാണ് തോന്നിയത്. പൂള ഇതേക്കണത് നെറ്റും നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ആഹു എൻ്റെ പൊന്നെ, അതാ പറഞ്ഞല്ലേ താഴത്ത് ഉടക്കുണ്ട്. കരിമീനെ കണ്ടോ സഹോദരാ, പാലാക. ഓ എൻ്റെ പൊന്നെ, അതേ കണക്ക് ഒരു 10 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പല കുടയാം അല്ലേ? എൻ്റെ അടിച്ചെൻ്റെ കാലം മുള്ളു കൊള്ളിക്കല്ലേ എൻ്റെ പൊന്നെ. ഈ അടുത്ത കാലത്തൊന്നും അപ്പം ഇത്രയും വലിയ കരിമീൻ കിട്ടിയിട്ടില്ല കേട്ടോ. നോക്കിക്കേ, ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി മുങ്ങി എടുത്തുകൊണ്ട് വരാനും നമുക്ക് പ്രയാസമായി. അതിൻ്റെ വലിപ്പം നോക്കി, ചില്ലറ വലിപ്പം നോക്കി. എന്താ അണ്ണാ, 1 കിലോ കാണത്തില്ല അണ്ണാ ഇത്. നോക്കി കരിമീൻ്റെ വലിപ്പം നോക്കി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കരിമീൻ കിട്ടില്ല കേട്ടോ. ഈ 6000 മട വീണ് 5 വർഷം കിടന്ന സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഈ ടൈപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ടൈപ്പും ഇതിൻ്റെ താഴത്തുള്ളൂ ഈ ടൈപ്പൊക്കെ വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ വെള്ളവലിക്കാർക്കൊക്കെ കിട്ടും, നമുക്ക് കിട്ടുന്ന ഈ ടൈപ്പ് ഇപ്പം കുറേ കാലം കൂടിയിരുന്ന കേട്ടോ ഇത്രയും വലിയ കരിമീനാണ് കിട്ടുന്നത്. നോക്കി എൻ്റെ പോയി അവൻ്റെ പല്ല് നോക്കി. ഇതിൻ്റെ അകത്ത് നമ്മുടെ കൈ പോയാൽ അവൻ കടിച്ചൊരു പരുവോ നോക്കി. എന്താ ഇവൻ്റെ വലിപ്പം അറിയണോ? ഈ അവൻ്റെ കുഞ്ഞുങ്ങളെ കരിമീൻ തന്നെ വിളിക്കുക. വേണ്ട ആ കരിമീൻ എന്തെങ്കിലും വലിപ്പം ഉണ്ടോ? അവിടെ ഇവിടെ നിന്റെ വലിപ്പം ഒന്ന് കണ്ടോട്ടാ. നോക്കിയത് കണ്ടോ, അവൻ്റെ വാലിൻ്റെ അത്രം പോലും ഇല്ല. ഇതൊക്കെ കുഞ്ഞാണ്, ചെറിയ വരാട്ടല്ല, നമ്മുടെ നാടൻ വരാല കേട്ടോ. ഇത് നമുക്ക് പൂളാൻ കൂടുതലുണ്ട്. ഈ ശകലം മണ്ണും ശകലം താഴ്ചയും കുറ്റിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പൂളാൻ ഇന്ന് കൂടുതലാണ്. ഇതെല്ലാം കരിമീൻ പൊരിക്കുകയല്ല. ഈ കരിമീൻ വെള്ളത്തിയൊക്കെ ഇത്രയും വലുതാകട്ടെ, അത്രയും വലുതായിട്ട് പറഞ്ഞേ. ഉടഞ്ഞാക്കാം. അവിടെ
വള്ളം കഴുകി വൃത്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ വള്ളം വെച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായൽ കയറി നമ്മളിങ്ങനെ ഇറങ്ങി. അപ്പം വള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ ഉള്ളത് കിട്ടിയ 3 കരിമീൻ വെള്ളത്തിൽ നമുക്കപ്പോൾ ഇന്ന് മൊത്തം കിട്ടിയ മീനായിരുന്നു കേട്ടോ. നോക്കി ആ ഒരു കരിമീനെ നോക്കി. നമുക്ക് ഇവിടെ സാധാരണ കിട്ടുന്ന വലിയ കരിമീൻ എന്ന് പറഞ്ഞത് ഇതാ. ഇതും അതും കൂടെ വെച്ചത് നോക്കിക്കേ. പിന്നെ പൂളാൻ, തൂളി, ഇത് പൂവാലം പറക്കാട്ടാ, പൂവാലം പറക്ക്. പിന്നെ ഒരു തല വെട്ടിക്കളഞ്ഞൊരു പൂവാലം പറക്കുണ്ട് കേട്ടോ. ഇത് വലയിലുടക്കി നമ്മൾ ഊരിയെടുത്തപ്പം തല പറഞ്ഞു പോയത്. ഇനിയിപ്പം മീൻ വെട്ടുന്നവർക്ക് എളുപ്പമായി. പിന്നെ ഒരു കൊഞ്ചായി വരുന്നുള്ളൂ. ഈ വലിപ്പമൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം എല്ലാം. ഒരു 2 മാസം കൂടെ കഴിയാൻ നേരത്ത് നമ്മളെ പിന്നെ കൊഞ്ചിൻ്റെ കളിയായിരിക്കും. കൊഞ്ച് നമുക്ക് കിട്ടും. ഒരുപാട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ എല്ലാ മീൻ കിട്ടുന്ന കൂട്ടത്തിൽ കൊഞ്ച് നമുക്കൊരു 2-3 കിലോ ഉണ്ടെങ്കിലും നമുക്ക് 10,000 രൂപ പണിക്കാശ് നടന്നു പോകും. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം 800 രൂപ വരെ വില വന്നു 1 കിലോയ്ക്ക്. അപ്പം എല്ലാ ദിവസവും ഞാനാണ് മീനിൻ്റെ തൂക്കം പറയുന്നത്. എല്ലാ ദിവസവും ഞാനാണ്. അപ്പം ഇന്നിപ്പം നിങ്ങൾ പറയണം ഈ കരിമീൻ തൂക്കം വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ തൂക്കമൊന്ന് കുറിച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ തൂക്കം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തൂളി 2, 4, 6, 8, 9 തൂളിയാണ് ഇന്ന് നമുക്കുള്ളത്. 9 തൂളി. തൂളൻ 1, 2, 3, 4, 5, 6, 7, 8, 9. പരല് നമുക്ക് ഇന്ന് 3, 7 എണ്ണം കേട്ടോ. 7 പരല്. കൊഞ്ചും കുഞ്ഞ് 1. കരിമീൻ കരിമീനൊന്നും പറയാനില്ല. വള്ളത്തിയും കരിമീനും എല്ലാം കൂടെ നമുക്ക് 4 എണ്ണം. എൻ്റെ പൊന്നെ ഇത് കണ്ടിട്ട് മനസ്സിനൊരു കുളിർമ. ഇതേ കണക്കത്ത് നമുക്കൊരു 50 എണ്ണം കിട്ടിയാലൊന്ന് ആലോചിച്ച് നോക്കി. 50 എണ്ണം ഇല്ലെങ്കിൽ ഒരു 10 എണ്ണം കിട്ടിയാലും ഐറ്റോ. കാരണം അതിനും വേണ്ടി ഉണ്ടാക്കാരും. നമ്മുടെ കലത്തി വീണിട്ട് കനം നിറഞ്ഞിരിക്കുന്നത് കേട്ടോ ആ കരിമീൻ. പള്ളാത്തുരുത്തി ആകാറായി കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമ്മളിവിടെ നിന്ന് പാലം കാണാം. അപ്പം നമ്മുടെ ആ കരിമീൻ ഞാൻ പറയുന്നത് ഒരു 150 കാണുമെന്ന് പറയും. 150, 200 ആ തൂക്കം ആ കരിമീനുണ്ട്. അപ്പം നിങ്ങളൊക്കെ കമൻറ്റിൽ ഇപ്പം രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കാണാം. അപ്പം അപ്പാപ്പി പറയുന്നത് 150 പറയുന്നത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തു, പെട്ടെന്ന് കമൻറ്റ് ചെയ്തു. നമ്മൾ ആ കരിമീൻ കാണിച്ചു തരാം കേട്ടോ. തൂക്കം നോക്കണം. 150. ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് 150. തൂക്കം കണ്ട അപ്പുറത്ത് കറക്റ്റ് തൂക്കമാണേ പറഞ്ഞേ.
1.5 കിലോ. കരിമീൻ്റെ കാര്യം ആ പൊടിങ്ങനെ മാറ്റും, പരല് മാറ്റില്ലേ, പിന്നെ അച്ചാൽ അതിന് ഇതെടുത്ത് മാറ്റിയെത്താം. എടുത്തോളാം. വേറെ എന്തോ ഉള്ളത് കിട്ടിയത്? ആറ്റുവാള ഇരിപ്പുണ്ട്, ഇത് ഈ കിടക്കുന്നത് കുറുവായുണ്ട്. തൂളി പുല്ലൻ എന്നൊക്കെ പറയും. രണ്ട് മൂന്ന് പേര് 2000. ഇതെല്ലാം തൂക്കി ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. 6000 നമുക്ക് കിട്ടി എത്ര ഉണ്ടായില്ല, ഇത്ര ഉള്ളതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല.